ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ ഒരു ഫുൾ ഡേ വ്ളോഗാണ്. മക്കൾക്ക് സ്കൂളുള്ള ഒരു ദിവസത്തെ ഒരു ഫുൾ ഡേ വ്ളോഗാണ് ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. കണ്ടിഷ്ടാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനലിലെ വീഡിയോസും വ്ളോഗ്സും എല്ലാം ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ അതെന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പം നമ്മുടെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് രാവിലെയാണ് കേട്ടോ. രാവിലെ തന്നെ ചോറ് വയ്ക്കാനുള്ള പരിപാടിയൊക്കെയാണ് നോക്കുന്നത്. എന്തായാലും സ്കൂളുള്ള ദിവസമാണെങ്കിലും ഇല്ലാത്ത ദിവസമാണെങ്കിലും നമ്മൾ ചോറൊക്കെ രാവിലെ തന്നെ ഉണ്ടാക്കും. അപ്പോൾ അവർക്ക് എന്തായാലും സ്കൂളിലേക്ക് കൊണ്ടുപോകണമല്ലോ. അതിപ്പം ചോറൊക്കെ വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ ദോശയായിരുന്നു. ദോശയും നമ്മുടെ തേങ്ങാ ചമ്മന്തിയില്ലേ അതുമായിരുന്നു ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഐഷു ദോശ ഇടുന്നതാണ് ഈ കാണുന്നത്. ഓൾറെഡി ഉമ്മ എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു രാവിലത്തേത്. ഈ ഒരു ദോശയൊക്കെ ആണെങ്കിൽ ഇങ്ങനെ മാവൊക്കെ കോരി ഒഴിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അതിന് തേങ്ങാ ചമ്മന്തി ഉണ്ടാക്കണം. അതിനായിട്ട് ഞാൻ തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് അരച്ചിട്ട് ഒന്ന് താളിച്ചെടുക്കണം. അപ്പോൾ അതൊക്കെയാണ് രാവിലത്തെ തന്നെ പരിപാടി. ഇതിനിടയ്ക്ക് നമ്മൾ നോർമലായിട്ട് ചായയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും ഞാൻ ഇതിലേക്ക് ഇൻക്ലൂഡ് ആക്കിയിട്ടില്ല. വീഡിയോ ഒത്തിരി അങ്ങ് ലെങ്തായി പോകുന്നതുകൊണ്ട്. അപ്പോൾ ദോശയും ചമ്മന്തിയൊക്കെ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അമ്രൂസിനെ കഴിക്കാനായിട്ട് കുറച്ച് ചോക്കോസ് ഒന്ന് പാലിലൊന്ന് സോക്ക് ചെയ്ത് വെക്കുവാണ്. ദോശയൊക്കെ കഴിക്കൽ ചിലപ്പോൾ കുറവായിരിക്കും. ഇതൊക്കെയാണെങ്കിൽ അങ്ങ് ഇഷ്ടത്തോടുകൂടി കഴിച്ചോളും. ചിലപ്പോൾ രാവിലെ തന്നെ ദോശയൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ കരച്ചിലും ബഹളമൊക്കെ ആയിരിക്കും. അപ്പോൾ ഇതൊക്കെ ഒന്ന് ചെയ്ത് വെച്ചിട്ട് അവരെ ഒന്ന് റെഡിയാക്കണം. അപ്പോൾ ഇതൊന്ന് പാലിലേക്ക് ഇങ്ങനെ സോക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ കഴിക്കുന്ന ടൈം ആകുമ്പോഴേക്കും കഴിക്കാനായിട്ട് സിമ്പിളായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഇവരുടെ ബോട്ടിലും ടിഫിൻ ബോക്സും എല്ലാം ഒന്ന് ഫില്ല് ചെയ്ത് വെക്കണം. അപ്പം രണ്ടുപേരുടെയും ബോട്ടിൽ ഇതുപോലെ വെള്ളമൊക്കെ നിറച്ച് വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ ടിഫിൻ അമ്രൂസിന് മാത്രം ടിഫിൻ കൊണ്ടുപോയാൽ മതി. അതിപ്പം എന്താണോ എന്തെങ്കിലും പാക്കറ്റ് ഫുഡ് എന്തെങ്കിലും ആയിരിക്കും. അപ്പോൾ അതുമൊക്കെ ഒന്ന് എടുത്ത് വെച്ചിട്ട് പിന്നെ നമുക്ക് ഇന്ന് ലഞ്ചിലേക്ക് നമ്മൾ ചോറ് കൊടുത്ത് വിടുന്നില്ല. ദോശ ആയതുകൊണ്ട് തന്നെ അത് മതി എന്ന് പറഞ്ഞിട്ട് അതാണ് കൊടുത്ത് വിടുന്നത്. അവർക്ക് ചില ദിവസങ്ങൾക്ക് ഇങ്ങനെ പലഹാരം കൊണ്ടുപോകാനായിട്ട് ഇഷ്ടമായിരിക്കും. അല്ലെങ്കിൽ പൊതുവേ ചോറ് തന്നെയാണ് കൊടുത്ത് വിടുന്നത്. ഇതിപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ പഞ്ചസാരയും അതുപോലെ തന്നെ കറിയും വെച്ചിട്ടുണ്ട്. ഉച്ചയ്ക്കത്തെ മൂഡ് എന്താണോ അതിനനുസരിച്ചിട്ട് കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ചെയ്ത് വെച്ചിട്ടാണ് പിന്നെ അവരെ പോയി ഒന്ന് റെഡിയാക്കുന്നത്. ഇതെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടാകുമ്പോഴേക്കും പിന്നെ കുഴപ്പമില്ല. പിന്നെ ഇപ്പോൾ അവരെ ഒന്ന് ഫുള്ളായിട്ട് റെഡിയാക്കിയിട്ടുണ്ട്. അതൊന്നും നമ്മൾ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കുന്നില്ല. നമുക്ക് ഒരുപാട് അങ്ങ് ലെങ്തായി പോകും. അത് തന്നെയല്ല അങ്ങനെ നമുക്ക് ഒരുപാട് സമയം പോകും വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് അവരെ റെഡിയാക്കുമ്പോഴൊക്കെ. അപ്പോൾ പിന്നെ എല്ലാം സെറ്റ് ചെയ്ത് അവർ സ്കൂളിലേക്ക് പോകുന്നുണ്ട്. ഈ ഒരു 9 മണി 9:30 എന്തായാലും പോകും. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ബാക്കിയുള്ള ജോലികൾ മുഴുവനായിട്ടും ഉള്ളത്. ഇനിയിപ്പോൾ ആദ്യം തന്നെ മുറ്റം തൂക്കണം. അവർ പോയതിന് ശേഷം മുറ്റം തൂക്കാമെന്ന് വിചാരിച്ചിട്ട് തൂത്തിട്ടുണ്ടായിരുന്നില്ല. അതിനൊക്കെ ആയിട്ട് നിൽക്കുമ്പോഴേക്കും പിന്നെ അവരെ വിടൽ ബുദ്ധിമുട്ടാകും. കുറച്ച് ബുദ്ധിമുട്ടാണ് അമ്രോസിനെ ക്ലാസ്സിലേക്ക് വിടുന്നത്. പിന്നെ അകമൊക്കെ നന്നായിട്ട് തന്നെ ചവറായിട്ടൊക്കെ കിടക്കുകയാണ്. ബാക്കിയുള്ള ജോലികളൊക്കെ ചെയ്യുന്നതിന് മുന്നേ എന്തായാലും തുണി മിഷ്യത്തിലിടാമെന്ന് വിചാരിച്ചു. അപ്പോഴേക്കും അതെങ്ങനെ നടന്നോളുമല്ലോ. എപ്പോഴും ഞാൻ അങ്ങനെ തന്നെയാണ്. തുണിയായിരിക്കും ആദ്യമായിട്ട് തന്നെ കഴുകാനായിട്ട് വിചാരിക്കുന്നത്. പിന്നെ നീ പെരേക്കുന്ന തൂക്കണം. അതൊക്കെ നന്നായിട്ട് തന്നെ വൃത്തികേടായിട്ട് കിടക്കുകയാണ്. ഇവർ പോയി കഴിഞ്ഞതിന് ശേഷം നമുക്കെല്ലാം ഒന്ന് അടുക്കിയൊക്കെ വെക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ബെഡ്റൂമൊക്കെ ഒന്ന് ക്ലീൻ ആക്കി ഇടണം ആദ്യം തന്നെ. അതിനുശേഷം ഒന്ന് ഫുള്ളായിട്ടൊന്ന് പെരയൊക്കെ ഒന്ന് അടിച്ച് വാരി തൂത്തിടണം. അപ്പോൾ അങ്ങനെയുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടാണ് ഇനി നമുക്ക് കിച്ചണിലേക്ക് പോകേണ്ടത്. അത് കംപ്ലീറ്റ് ആയിട്ടൊന്ന് ഒതുക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഫുള്ളായിട്ടൊന്ന് മുഴുവനായിട്ടും തൂത്തെടുക്കണം. അത്രയും കൂടിയൊക്കെ ഉള്ളൂ. പിന്നെ അവരുണ്ടെങ്കിൽ ഇതൊന്നും നടക്കത്തില്ല. അവർ പിന്നെയും എന്തെങ്കിലുമൊക്കെ ചവറൊക്കെ ആക്കിക്കൊണ്ടിരിക്കും. അതുമല്ല അമ്രുവിന് നല്ല മടിയാണ് സ്കൂളിലേക്ക് പോകാനായിട്ട്. എപ്പോഴും രാവിലെ കരച്ചിലാണ്. അപ്പോൾ ഒരുപാട് സമയം അവനിക്ക് വേണ്ടി തന്നെ പോകും. അപ്പോൾ ഫുള്ളായിട്ട് പിന്നെ ഒന്ന് ജോലിയെല്ലാം കഴിഞ്ഞ് ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് തൂത്തെടുത്തിട്ടുണ്ട്. ഹാളാണ് അവർ കൂടുതലായിട്ട് ഇങ്ങനെ അലമ്പാക്കി ഇടുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ രാവിലത്തെ ഫുഡ് കഴിച്ചിട്ട് ബാക്കിയുള്ള ജോലികൾക്കൊക്കെ നിൽക്കാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ പിന്നെ അന്നത്തെ ദിവസം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലൊന്നും ഉണ്ടാവത്തില്ല. പിന്നെ ഇനിയിപ്പോൾ നമുക്ക് മീൻകറി വെക്കാനായിട്ടുള്ള തേങ്ങയൊക്കെ ഒന്ന് അരച്ച് വെച്ചിട്ട് മീനൊക്കെ ഒന്ന് ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം തന്നെ ഇങ്ങനെ അരച്ച് വെച്ചിട്ടാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കങ്ങ് മീനൊക്കെ വെട്ടിയിട്ട് കറിയാക്കാമല്ലോ. ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് കൂടുതലായിട്ടും ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഇന്നത്തെ ദിവസം അയിലയായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പം അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. എല്ലാ ദിവസവും ഈ രീതിയിലൊന്നും ആയിരിക്കത്തില്ല നമ്മുടെ ജോലി. ഓരോ ദിവസവും ഓരോ രീതിയിലായിരിക്കും നടന്നു പോകുന്നത്. ചില ദിവസം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ജോലിയെല്ലാം കഴിഞ്ഞിട്ടായിരിക്കും ഒന്ന് പെരയൊക്കെ അടിച്ച് വാരുന്നതൊക്കെ. ചില ദിവസം ഇപ്പം ആദ്യം ചെയ്തതുപോലെ തന്നെ അങ്ങനെ ചെയ്തിട്ടായിരിക്കും ബാക്കിയുള്ള ജോലികൾ ചെയ്യുന്നത്.
ഓരോ ദിവസവും ഓരോ രീതികളാണ്. അപ്പോൾ ഇതാ മീനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ കറിയൊന്നാക്കണം. അപ്പോൾ ഇതാ ഇതിങ്ങനെ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അങ്ങ് മീൻ വെട്ടി കഴിഞ്ഞ ഉടനെ തന്നെ കറിയൊക്കെ ആകും. പിന്നെ ഇത് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് മീനൊന്ന് വറുക്കാനായിട്ടും വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പച്ചക്കറിയായിട്ട് ഇന്ന് വെണ്ടയ്ക്കയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ വെണ്ടയ്ക്ക വെച്ചൊന്ന് മെഴുക്കിടണം. അത്രയും കൂടിയൊക്കെ ഉള്ളൂ ഉച്ചക്കത്തെ പരിപാടി. അപ്പം ഓരോന്നായിട്ട് ഇങ്ങനെ പെട്ടെന്ന് തന്നെ ജോലി കഴിയുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അങ്ങ് ഫ്രീ ആയിട്ടിരിക്കാമല്ലോ. നമ്മൾ ജോലി അങ്ങനെ മാറ്റി വെച്ചിട്ട് പിന്നെ ചെയ്യാം എന്ന് കരുതിയിട്ടിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല മടിയാകും. അപ്പോൾ രാവിലെ അവർ പോയ ആ ഒരു ടൈമിൽ തന്നെ എല്ലാ ജോലിയൊക്കെ ഒതുക്കിയിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അങ്ങ് ഫ്രീ ആകാനായിട്ട് പറ്റും. ആ ടൈമിലത്തെ ആ തുണിയൊക്കെ ഒന്ന് കഴുകിയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുവിധം അടുക്കളയിലെ ജോലികളൊക്കെ ഒന്ന് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ ചുമ്മാ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ്. നമ്മുടെ ഈ ബാക്ക് സൈഡിലായിട്ട് കുറച്ചിങ്ങനെ കൃഷിയൊക്കെ ചെയ്തിട്ടുണ്ട്. 1-2 ഐറ്റംസൊക്കെ ഉണ്ട്. വലിയ കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ പിടിച്ച് കിട്ടുന്നുമുണ്ട്. അപ്പോൾ ഇതിപ്പം ഇങ്ങനെ കോവക്ക ഇങ്ങനെ വള്ളിയിലും ഇങ്ങനെ പടർന്ന് കിടന്നിട്ടുള്ളതായിരുന്നു. പിന്നെ പാവയ്ക്കയുണ്ട്, വഴുതനങ്ങയുണ്ട്, തക്കാളി, അങ്ങനെ 1-2 ഐറ്റംസൊക്കെ ഉണ്ട്. അപ്പോൾ ഒരുവിധം ആയിട്ടുള്ളതൊക്കെ നമ്മളിങ്ങനെ എടുക്കാറുണ്ട്. അപ്പോൾ വെണ്ടയ്ക്കൊക്കെ അത്യാവശ്യം ഒരുപാട് ദിവസങ്ങളിലൊക്കെ അങ്ങ് നിന്ന് പോയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അങ്ങ് മൂത്ത് പോകില്ലേ. അപ്പം അത്യാവശ്യം വലിപ്പം നോക്കിയിട്ടുള്ളതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുവാണ്. അതുപോലെ തക്കാളി ഒന്നും അങ്ങനെ പഴുത്തിട്ടൊന്നുമില്ല, പച്ചയാണ്. അങ്ങനെ കുറേ നേരം അതൊക്കെ ആയിട്ട് അങ്ങനെ സമയം കഴിഞ്ഞു. പിന്നെ ഇതിപ്പോൾ ഉച്ചയായി, ചോറ് കഴിക്കാനായിട്ട് പോവുകയാണ്. പിന്നെ കുറേ നേരം കഴിഞ്ഞപ്പോഴേക്കും അവർ വന്നിട്ടുണ്ട്. ഇതിനിടയ്ക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ അങ്ങനെ സ്കിപ്പ് ചെയ്യുമല്ലോ, എല്ലാം കൂടി വീഡിയോയിലേക്ക് ഇൻക്ലൂഡ് ആക്കാൻ പറ്റില്ല. പിന്നെ അവർ വന്ന പാടെ എല്ലാം വലിച്ചു വാരിയൊക്കെ ഇട്ടിട്ടാണ് പോകുന്നത്. ഇനി അതെല്ലാം ഒന്ന് അടുക്കി പറക്കി വെക്കണം. അതുപോലെ തന്നെ വൈകുന്നേരത്തെ ചായയൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി ചായയൊക്കെ കുടിച്ചിട്ട് ആഴ്ചയിൽ നേരെ മദ്രസയിലേക്ക് പോകണം. അപ്പോൾ അതുപോലെ തന്നെ അമ്രൂസിന് പാലും കൂടി കാച്ചാനായിട്ട് വെക്കുന്നുണ്ട്. അമ്രു അങ്ങനെ കട്ടൻ ചായ കുടിക്കാറില്ല, പാലാണ് കൂടുതലായിട്ടും താല്പര്യം എനിക്ക്. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് ഇനി ചായ കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് എല്ലാവർക്കും കൂടെ ഒന്നിച്ചങ്ങ് ചായയൊക്കെ എടുക്കുവാണ്. പിന്നെ കട്ടൻ ചായയുടെ കൂടെ നമുക്കിന്ന് കപ്പലണ്ടി മിഠായി ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട്. പിന്നെ ഐഷു ചായയൊക്കെ കുടിക്കുന്നുണ്ട്. ഇനി ഐഷുവിന് മദ്രസയിൽ പോകണം. പിന്നെ അമ്രൂസ് ഇപ്പോഴും പാല് കുടിക്കുന്നത് ഇതുപോലെ ഫീഡിങ് ബോട്ടിലാണ്. അത് ഇതുവരെ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. അവന് ഭയങ്കര നിർബന്ധമാണ് അതിൽ തന്നെ വേണമെന്ന്. അങ്ങനെ അവനിക്കതൊക്കെ കൊടുത്തിട്ടുണ്ട്. ആ സമയത്ത് ഐഷു മദ്രസയിലേക്ക് പോയി. ഇതിപ്പോൾ ഉമ്മ നമ്മൾ സാധനങ്ങളൊക്കെ ഇങ്ങനെ കാലിയായിട്ട് വരുന്ന ആ ഒരു ബോട്ടിലൊക്കെ ഇല്ല, അതൊക്കെ ഇങ്ങനെ ഒന്ന് കഴുകി ഉണക്കി വെക്കുകയാണ്. ഇപ്പോൾ നമുക്ക് അടുത്ത സാധനങ്ങളൊക്കെ ഇങ്ങനെ വാങ്ങിച്ചിട്ട് ഫില്ല് ചെയ്ത് വെക്കണമല്ലോ. അപ്പോൾ അതിന് മുന്നേ ആയിട്ടൊന്ന് ക്ലീൻ ചെയ്യുവാണ്. പിന്നെ അമ്രൂസായിട്ട് ഇങ്ങനെ കുറച്ച് നേരം പുറത്തൊക്കെ ഇരുന്ന് കളിക്കുന്നുണ്ട്. ഐഷുവും കൂടെ പോയി കഴിഞ്ഞാൽ പിന്നെ അവനിക്ക് ഭയങ്കര മൂഡ് ഓഫാണ്. അപ്പോൾ കുറച്ച് നേരം ഇതുപോലെ പുറത്തൊക്കെ വന്നിരിക്കും. പിന്നെ നമുക്കിത് ഇവിടെ കുറേ പേരൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ പേരൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് എന്നെക്കൊണ്ടിങ്ങനെ പറിച്ചതാണെന്ന് പറഞ്ഞ് ഞാൻ അതുപോലെ ഇങ്ങനെ നോക്കുവാണെല്ലാം വലിയ പഴുത്തിട്ടൊന്നുമില്ല. അപ്പോൾ അത് പേരക്ക വേണമെന്ന് പറഞ്ഞിട്ട് അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുവാണ് ഒരെണ്ണം പറിച്ച് കൊടുക്കാനായിട്ട്. എന്നിട്ട് അവനുമായിട്ട് അങ്ങനെ കുറേ നേരം പുറത്തൊക്കെ ഇരുന്നു. പിന്നെ സന്ധ്യയായി. ഇനി നമുക്ക് കുറച്ച് തുണിയൊക്കെ ഒന്ന് മടക്കി വെക്കാനായിട്ടുണ്ട്, അതൊക്കെ ഒന്ന് ചെയ്യണം. അപ്പോൾ ഇനി ഐഷു മദ്രസ എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ പഠിക്കാനും അങ്ങനെയൊക്കെ ആയിട്ടിരിക്കണം. അതിന് മുന്നേ സന്ധ്യയൊക്കെ ആയി കഴിയുമ്പോൾ തന്നെ അമ്രൂസിന് ഉറക്കം വന്നിട്ട് നല്ല ബഹളമാകും. അപ്പോൾ അമ്രുവിന് ചോറ് കൊടുക്കാനായിട്ട് പോവുകയാണ്. അവനിങ്ങനെ ഒഴിച്ച് കറി ഒന്നും കഴിക്കത്തില്ല. ഇതുപോലെ പപ്പടമോ മീനോ എന്തെങ്കിലുമൊക്കെ മതിയാകും. ഇപ്പോൾ ഉറക്കം വന്നിട്ടുള്ള ബഹളമാണിത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ചോറ് കൊടുത്തിട്ട് അവനെ അങ്ങ് ഉറക്കിയേക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇപ്പോൾ സന്ധ്യയെല്ലാം ആയിട്ടുണ്ട്. ഐഷു മദ്രസ എന്നൊക്കെ വന്നു. പിന്നെ പഠിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ട്. പഠിക്കാനായിട്ടൊക്കെ ഇരുന്ന് തനിയെ അങ്ങ് കുറച്ച് നേരമൊക്കെ ഇരുന്നോളും. ഈ ടൈമിൽ ഞാൻ അമ്രൂസിനെ ഉറക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ അവൻ ഉറങ്ങി, പെട്ടെന്ന് ഉറങ്ങിക്കോളും. നമ്മൾ ഉച്ചയ്ക്കൊക്കെ ഉറങ്ങി ആ ഒരു ശീലം ഉണ്ടായിരുന്നു. പിന്നെ സ്കൂളിലൊക്കെ പോകുന്നതുകൊണ്ട് ഇപ്പോൾ അങ്ങനെയൊന്നും ഉറങ്ങാറൊന്നും പറ്റുന്നില്ലാത്തത് കൊണ്ട് തന്നെ അവൻ നേരത്തെ ഉറങ്ങും. പിന്നെ നമ്മളെല്ലാവരും കൂടി ഫുഡൊക്കെ കഴിച്ചു. രാത്രിയായിട്ടുണ്ട്. ഇത് കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം, പാത്രം കഴുകാനും. കൗണ്ടർ ടോപ്പൊക്കെ കംപ്ലീറ്റ് ആയിട്ടൊന്ന് തുടച്ചെടുത്ത് കിച്ചൺ ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്തൊക്കെ ഇടണം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു ഫുൾ ഡേ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ബൈ.